അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറളില്ലാഹി യാ ഇബാദല്ലാഹി ഇത്തഖുല്ലാഹ്. وعن علي بن ابي طالب رضي الله عنه قال قال رسول الله صلى الله عليه وسلم من سره ان يمد له في عمره ويوسع له في رزقه يدفع ميتة السوء فليتق الله വല്യസുൽ റഹിമഹു. റവാഹു അഹ്മദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മരണം ഒരു മോശമായ പര്യവസാനത്തിൽ സൂഉൽ ഖവാത്തിം ആയിത്തീരാതിരിക്കാൻ വേണ്ടി ഒരു വിശ്വാസി എപ്പോഴും ജാഗ്രതയുള്ളവനായിരിക്കണം. ഒരു വേള വേണമെങ്കിൽ അല്ലാഹുമ്മ അഊദു ബിക മിൻ സൂഇൽ ഖവാത്തിം, അള്ളാഹുവേ മോശം പര്യവസാനത്തിൽ നിന്ന്, ജീവിതം അവസാനിപ്പിക്കുന്ന രംഗം ഈമാനും ഇഖ്ലാസും തഖ്വയും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, രക്ഷ ചോദിക്കുന്നു എന്ന് പറയുക എന്നുള്ളത് കൂടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ആ ആക്തിബത്ത് നന്നായി തീരാൻ പരിശ്രമിക്കുകയും വേണം. ഈമാനില്ലാത്ത സമയം, തെറ്റുകുറ്റങ്ങളുമായി ബന്ധപ്പെടുന്ന സമയം, അതല്ലെങ്കിൽ മറ്റിതര കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയുന്ന സമയത്തൊക്കെ റൂഹ് എപ്പോഴും നഷ്ടപ്പെട്ടു പോകാൻ പറ്റും. അല്ലെങ്കിൽ കുഫറിലാകുമ്പോൾ, ഷിർക്കിലാകുമ്പോൾ ഒക്കെ അത് മുശ്രിക്കാകുകയോ അല്ലെങ്കിൽ കാഫിറാകുകയോ ചെയ്യുമ്പോഴല്ല, ഒരു വേള, ഒരു വക്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ അഹദുൽ ലദീ ബൈനനാ വ ബൈനഹും അസ്സലാത്തു ഫമൻ തറക്കഹാ ഫഖദ് കഫറ. നമുക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള വേർതിരിവ് നിസ്കാരമാണ്. ഒരു വക്ത് നിസ്കാരം അയാൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ഒരു വക്ത് നിസ്കാരം അയാളിൽ ഇല്ലാതെയായി പോകുന്ന ആ ഒരു സന്ദർഭത്തെ സ്വഹാബത്തൊക്കെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു അയാൾ കാഫിറാകുന്നു എന്നാണ്. അപ്പൊ ഒരു ജമാഅത്ത് അല്ലെങ്കിൽ ഒരു നിസ്കാരം, ഒരു സുബഹി വിട്ടുപോയി വിചാരിച്ചോ, ലോഹറിന്റെ സമയത്തിന് മുമ്പ് അയാൾ മരിക്കുകയാണെങ്കിലോ ഭയപ്പെടണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറഹു അൻ യമുദ്ദ ലഹു ഫീ ഉംരിഹി, ആയുർദൈർഘ്യം നീണ്ടു നിവർന്ന് ഇങ്ങനെ ആർക്കും പറ്റാതെ വേണ്ടാതെ കിടക്കലല്ല, ആഫിയത്തോട് കൂടിയുള്ള, അതാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. പടച്ചോനെ, ഒരു ദിവസമാണ് എനിക്ക് ജീവിക്കാൻ തരുന്നെങ്കിൽ പോലും അത് എനിക്ക് ആഫിയത്തുള്ള ജീവിതമായിരിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്ന ആള് അതോടൊപ്പം തന്നെ മഈശത്തൊന്ന് വിശാലമായി കിട്ടാൻ, അത് തനിക്ക് തന്നെ അധ്വാനം കൊണ്ടാവണമെന്നില്ല, മക്കളുടെ ജീവിതം കൊണ്ടോ മക്കളുടെ ജോലി കൊണ്ടൊക്കെ ആവാം. ഇനി അതുമല്ല, മക്കളും ഇല്ല, മരുമക്കൾ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ഒക്കെ മേഖലയിൽ കൂടി എനിക്ക് റിസ്ഖൊന്ന് അധികരിച്ചു കിട്ടണം. അല്ലെങ്കിൽ യുദ്ഫഉ മീതത്തു സൂഅ്, മൂന്നാമത്തെ പറയാ ചീത്തയായ പര്യവസാനം, മരണം മോശമാവുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫല്യത്തഖില്ലാഹ്, അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നിങ്ങൾ എവിടെയായിരുന്നാലും, തനിച്ചാണെങ്കിലും വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഒക്കെ അള്ളാഹുവിനെ സൂക്ഷിക്കുക. രണ്ടാമത് പറഞ്ഞു വല്യസുൽ റഹിമഹു, കുടുംബ ബന്ധങ്ങൾ അറ്റുപോകാതെ കാത്തു സൂക്ഷിക്കണം. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ, ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുക, ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുകൾ വരാൻ സാധ്യത കുറയും. കാരണം അയാൾ ഒറ്റക്കല്ല, പടച്ചോൻ കാണുന്ന ബോധം ഉണ്ടാവും. ഇനി അതില്ലെങ്കിലോ, ഇല്ലെങ്കിൽ പടപ്പേട് കാണുന്നൊരു ബോധമെങ്കിലും ഉണ്ടാവും. അപ്പോഴെന്ത് ചെയ്യും? അയാൾ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കും. അതോടുകൂടി അയാൾക്ക് ഉണ്ടാകുന്ന 3 ഗുണങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് ആയുർദൈർഘ്യം ഉണ്ടാവുക, മറ്റൊന്ന് ഉപജീവനത്തിൽ വിശാലത ഉണ്ടാവുക, മറ്റൊന്ന് ചീത്തയായ പര്യവസാനത്തിൽ നിന്ന് അള്ളാഹു അയാളെ കാത്തുരക്ഷിക്കുകയും ചെയ്യും. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുക, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനാഇൽ മഅറൂഫ്, സൽക്കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തഖീ മസാരിഇസ് സൂഅ്, ചീത്തയായ അവസ്ഥയിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കും. വസദഖത്തു സിരിയ, അതുപോലെ തന്നെ രഹസ്യമായ ദാനം റബ്ബ്, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും കാത്തുരക്ഷിക്കും. അപ്പൊ രഹസ്യമായ ദാനവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ ചീത്തയായ മരണത്തിൽ നിന്ന് കാത്തുരക്ഷിക്കും. മറ്റൊന്ന് പറഞ്ഞു സിലത്തുർ റഹ്ം തസ്ദിദു ഫീ ഉംരിഹി, കുടുംബ ബന്ധങ്ങൾ ചാർത്തുക എന്നുള്ളത് അയാളുടെ ആയുർകാലം ദൈർഘ്യമായി തീരാൻ കാരണമായി തീരും. ഒരു കഥ ഇങ്ങനെ പറയാണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെടുത്തിയിട്ടും, ഒരിക്കൽ മലക്കുൽ മൗത്ത് അദ്ദേഹത്തിന്റെ മുൻപിൽ വന്നപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് മലക്കുൽ മൗത്ത്, ഈ നാട്ടിലെ ഒരാളെ ഇനി 6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ, 6ാമത്തെ ദിവസം അയാളുടെ റൂഹ് പിടിക്കണം എന്ന് പറഞ്ഞു. ദാവൂദ് നബി 60 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നുണ്ടു. 20 കൊല്ലം അയാൾ ജീവിച്ചു അത്രേ. അപ്പൊ ചോദിച്ചു, എന്തേ മലക്കുൽ മൗത്ത് നീ 6 ദിവസം എന്ന് പറഞ്ഞ ആള് വീണ്ടും നീണ്ടു നിവർന്ന് ഒരുപാട് കാലം ജീവിച്ചല്ലോ,
മരിക്കുന്നതിന്റെ 6 ദിവസം മുൻപേ ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരുപാട് നാളായിട്ടൊരു ബന്ധം അറ്റിച്ചിട്ടുണ്ടായിരുന്നു. മരിക്കുന്നതിന്റെ 6 ദിവസം മുൻപാണ് ആ ബന്ധം ചാർത്തിയത്. അള്ളാഹു 20 കൊല്ലം അയാൾക്ക് വീണ്ടും ജീവിക്കാനുള്ള അവസരം കൊടുക്കുക. ഒരു കഥയാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, ആര് ബന്ധം ചേർത്തുന്നുവോ അവന് ആയുർദൈർഘ്യം ഉണ്ടാവും, ഉപജീവനത്തിൽ ബർക്കത്തുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിനെ കാത്തു സൂക്ഷിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. കുടുംബ ബന്ധങ്ങൾ പാലിക്കുവാനും ചാർത്താനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിനെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് റബ്ബി നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുകയും അതോടൊപ്പം തന്നെ ചീത്തയായ മരണത്തിൽ നിന്നും പര്യവസാനം മോശമായി തീരുന്നതിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റും തിന്മയും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായി ഭൂമിയിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരങ്ങളുണ്ട്. ഷാഫിയായ റബ്ബ് അവർക്കൊക്കെയും ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മരുന്നില്ലാത്ത മാരകമായ സഹിക്കാൻ വയ്യാത്ത വേദന നിൽക്കുന്ന എല്ലാവിധ രോഗങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ സന്താന പരമ്പരകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുകയും അത്തരം പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ മുക്തിയും മോചനവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ആഫിയത്തും അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള താക്കത്തും സിഹത്തും ഉള്ളവരായി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിൽ റിസ്ഖിൽ മഈശത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫ് സാലിഹുകളും സുദ്ദീഖുകളും ശഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.